الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഓർമ്മിപ്പിക്കുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് മരണപ്പെട്ട് റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടുന്ന മുത്തഖികളിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം അൻ-നിസാഇലെ 124-ാമത്തെ വചനമാണ് ഞാൻ ഓതി വെച്ചത്. മുസ്ലിം സ്ത്രീ വിശേഷിച്ച് അവളുടെ പള്ളിയിൽ പ്രവേശിക്കുക എന്നത് വീണ്ടും ചർച്ചയും വിവാദവുമായി മാറിയിരിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ വിഷയം ഏറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പണ്ട് ഖണ്ഡന മണ്ഡനങ്ങൾ നടന്നിട്ടുണ്ട്, വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതിന്റെ സത്യവും യാഥാർത്ഥ്യവും മനസ്സിലാക്കി ഒരുപാട് സ്ത്രീകൾ കേരളമെമ്പാടും, പ്രത്യേകിച്ച് ലോകമെമ്പാടും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കേരളമെമ്പാടും പ്രത്യേകിച്ച് ഒരുപാട് പള്ളികളിൽ ജുമുഅ ജമാഅത്തുകൾക്കും രാത്രിയിലുള്ള റമദാനിലെ രാത്രിയിലുള്ള തറാവീഹ് നമസ്കാരത്തിനും ഖിയാമുൽ ലൈലിനും ഇഅ്തികാഫിനും മറ്റ് സുന്നത്ത് നമസ്കാരങ്ങൾക്കും ഒക്കെ ഇന്ന് നിർലോഭമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇത് വീണ്ടും വിവാദമാകുവാനുണ്ടായ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ഒരു ഫാമിലിയിലെ ഒരു വിദ്യാർത്ഥിനി, അവളോട് ഒരു പത്രപ്രതിനിധി സ്ത്രീകളുടെ പള്ളിപ്രവേശനത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ കുറച്ച് സത്യങ്ങൾ ആ കുട്ടി വിളിച്ചു പറഞ്ഞു പോയി. അതാണ് കാരണം. വിളിച്ചു പറയുക മാത്രമല്ല, അങ്ങനെ ഒരു പാടില്ലായികയില്ല എന്നും അത് ചിലരുണ്ടാക്കിയ പാടില്ലായികയാണ് എന്നും അത് മാറ്റപ്പെടേണ്ടതാണെന്നും മാറേണ്ടതാണെന്നും പറയുകയും ഏറ്റവും അവസാനം ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സൂൺ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച നമ്മൾ കേട്ടതാണ്. ഞാൻ വിചാരിക്കുന്നത് വളരെ പെട്ടെന്ന് അത് മാറും എന്നാണ്. ഇതാണ്
സ്ത്രീകൾ പള്ളിയിൽ പോകൽ ഹറാമാണ് എന്ന് വാദിക്കുന്നവരെ ഉറക്കം കെടുത്തിയതും വിവാദങ്ങളുമായി രംഗത്ത് വരാൻ പ്രേരിപ്പിച്ചതും. അതിന്റെ മറ്റ് പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്. നാം ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഇതിലേക്ക് നമുക്ക് എത്താം, അതിനു മുമ്പ് സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്ത്രീ പുരുഷ പാരസ്പര്യത്തിന്റെ താളത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീയുടെയും പുരുഷന്റെയും അവകാശങ്ങളെക്കുറിച്ചും ബാധ്യതകളെക്കുറിച്ചും കൃത്യമായി കുറ്റമറ്റ നിലയിൽ അള്ളാഹു എന്ത് പറഞ്ഞു തന്നിട്ടുണ്ടോ അത് മാത്രമാണ് ശരി. വിശിഷ്യ പരിശുദ്ധ ഇസ്ലാം നാം പരിശോധിച്ചു നോക്കിയാൽ ഇസ്ലാമിലെ സ്ത്രീ എല്ലാ രംഗത്തും സുരക്ഷിതയാണ്. അവൾക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫിത്നയും അവർ ഭയപ്പെടേണ്ടതുമില്ല ഒരു രംഗത്തും. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നാം ഒന്ന് ആലോചിച്ചു നോക്കുക, ഇസ്ലാം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്ന സ്ത്രീ ആരാണ്? പുരുഷനും സ്ത്രീയും ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭാഗങ്ങളാണെന്നാണ് ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ ഗ്രന്ഥങ്ങൾ വേറെ ഇല്ല, വേറെ ഉണ്ടാവില്ല, കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം സാധാരണയായി മിമ്പറിൽ വെച്ച് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോൾ രണ്ടാമതായി ഓതുന്ന ഒരു വചനമുണ്ടല്ലോ, സൂറത്തുൻ നിസായിലെ 1-ാമത്തെ വചനം. അത് ഈ ആശയം വ്യക്തമാക്കുന്നതാണ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. നിങ്ങളെ ഒരു നഫ്സിൽ നിന്ന്, ഒരേ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? ആ ശരീരത്തിൽ നിന്ന് അതിന്റെ ഇണയെ അവൻ ഉണ്ടാക്കി. പിന്നെ അവർ രണ്ടിലൂടെയും ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും അവൻ വ്യാപിപ്പിച്ചു. ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ആ അള്ളാഹുവിനെ മുൻനിർത്തിയാണ് നിങ്ങൾ പരസ്പരം ചോദിക്കുന്നതും അന്വേഷിക്കുന്നതും ഒക്കെ. കുടുംബ ബന്ധങ്ങളും നിങ്ങൾ സൂക്ഷിക്കണം. തീർച്ചയായും അള്ളാഹു നിങ്ങളെ നിരീക്ഷിക്കുന്നവനാണ് എന്നാണ് ആ വചനത്തിന്റെ അർത്ഥം. ഇവിടെ വ്യക്തമാണ്, ദക്കർ ഉൻസ, പുരുഷനും സ്ത്രീയും ഒരേ അസ്തിത്വത്തിന്റെ രണ്ടു വശങ്ങൾ കൃത്യമായി പറയുന്നു. ഒരിക്കലും സർവപാപങ്ങളുടെയും കാരണക്കാരി സ്ത്രീയാണെന്ന കാഴ്ചപ്പാട് ഇസ്ലാമിലില്ല. അതുപോലെ തന്നെ പാപയോനിയിൽ നിന്ന് ജനിച്ചവളാണ് സ്ത്രീ എന്ന കാഴ്ചപ്പാടും ഇസ്ലാമിലില്ല. സ്ത്രീകളുമായി ചങ്ങാത്തം പാടില്ലെന്നും അവരുടെ ഹൃദയം കഴുതപ്പുലികളുടെ ഹൃദയമാണെന്നുമുള്ള കാഴ്ചപ്പാട് ഖുർആന് അറിയില്ല, ഇസ്ലാമിന് അന്യമാണ്. അപ്പൊ ഇസ്ലാം ആരാണ് സ്ത്രീ, എന്താണ് സ്ത്രീ എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് അതിലൂടെ ചെയ്തത്. സ്ത്രീയും പുരുഷനും വിഭിന്നങ്ങളും എന്നാൽ പരസ്പര പൂരകങ്ങളായ ബാധ്യതകൾ നിറവേറ്റേണ്ടവരും അവകാശങ്ങൾ അനുഭവിക്കേണ്ടവരുമാണെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. ബാധ്യതകളും കടമകളും മാത്രമല്ല, അവകാശങ്ങളും എന്തൊക്കെയാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ് വലിർരിജാലി അലൈഹിന്ന ദറജ എന്ന് സൂറത്തുൽ ബഖറയിലെ 228-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് ഈ അവകാശത്തെ കുറിച്ചാണ്. ബാധ്യതകൾ മാത്രമാണ് പലപ്പോഴും പറയാറുള്ളത്. എന്താണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിച്ചത്? സ്ത്രീകൾക്ക് ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ ന്യായപ്രകാരം അവകാശങ്ങളുമുണ്ട്. എന്നാൽ പുരുഷന്മാർക്ക് അവരെക്കാൾ ഒരു പടി കൂടി പദവി ഉയരത്തിലുണ്ട് എന്ന് മാത്രം. രണ്ടാളുടെയും കാര്യം പറഞ്ഞതിന് ശേഷം ആ വ്യത്യാസവും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? ഒരുപാട് തലങ്ങളിലൂടെ നമുക്ക് പോകേണ്ടതുണ്ട്. ചിലത് മാത്രം ഒന്ന് സൂചിപ്പിച്ചു പോകാം. ഒന്ന്, സ്ത്രീക്ക് ജനിക്കുവാനും ജീവിക്കുവാനുമുള്ള അവകാശം. അത് ഇത്രമാത്രം സന്തോഷത്തോടെ എടുത്തു പറഞ്ഞ ഒരു ഗ്രന്ഥം വേറെയില്ല. എന്തുകൊണ്ടെന്നാൽ ജാഹിലിയ്യ കാലഘട്ടത്തിൽ, പ്രവാചകന്റെ നിയോഗത്തിനു മുമ്പുള്ള കാലഘട്ടത്തിൽ സ്ത്രീത്വത്തോടുള്ള സമീപനം എന്തായിരുന്നു എന്ന് ജാഹിലിയ്യ ചരിത്രം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകും. അതിൽ നിന്നെല്ലാം സ്ത്രീയെ മോചിപ്പിച്ച് സ്ത്രീക്ക് ജനിക്കാനുള്ള അവകാശമുണ്ടെന്ന് മാത്രമല്ല, സ്ത്രീയുടെ ജന്മം സന്തോഷമാണ് എന്ന് എടുത്തു പറഞ്ഞ ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ മാത്രം. വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ ലല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കളീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയുംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ് അലാ മാ സാഅ യഹ്കുമൂൻ. 16-ാം അധ്യായം നഹലിലെ 58-59 വചനങ്ങൾ.
എന്താണ് അവിടെ പറഞ്ഞത്? 2 പ്രാവശ്യമാണ് ബുഷ്റ എന്ന പ്രയോഗം നടത്തിയത്. എന്താ ബുഷ്റയുടെ അർത്ഥം? സന്തോഷ വാർത്ത അറിയിക്കപ്പെടുക. അപ്പൊ പെൺകുട്ടിയുടെ ജനനം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ ജന്മം നൽകിയ പിതാവിന്റെ മുഖം കറുത്തിരുണ്ടു പോകുന്നു എന്നാ ഖുർആൻ പറഞ്ഞത്. എന്നിട്ടോ അവൻ കോപിഷ്ഠനായി ഈ ഹീനമായ അവസ്ഥ, ഈ പ്രയാസകരമായ അവസ്ഥ, ഈ അപമാനകരമായ സ്ഥിതിവിശേഷം തരണം ചെയ്യാൻ കഴിയാതെ ആളുകളുടെ മുമ്പിൽ പോകാതെ അവൻ ഒളിച്ചിരിക്കുകയാണ്. യതവാറാമിനൽ ഖൗം മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി. വീണ്ടും വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ, സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിതാവിന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടതെന്ന് വീണ്ടും ആവർത്തിച്ചു പറയുന്നു. അങ്ങനെ പറഞ്ഞ ഒരു ഗ്രന്ഥമാണിത്. എന്നിട്ടോ അവൻ ജനങ്ങളിൽ നിന്ന് ഒളിച്ചു കഴിയുകയാണ്. അവന്റെ മനസ്സാകെ അങ്കലാപ്പാണ്. എന്താണ് അങ്കലാപ്പ്? അയുംസികുഹു അലാ ഹൂനിൻ അം യദുസുഹു ഫിത്തുറാബ്. ഈ അപമാനം മുഴുവൻ സഹിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെ ഞാൻ പോറ്റണോ, വളർത്തണോ, അതല്ല അം യദുസുഹു ഫിത്തുറാബ്, മണ്ണിൽ കുഴിച്ചു മൂടണമോ? എന്നിട്ട് ഖുർആൻ പറയുന്നു അലാ സാഅ മാ യഹ്കുമൂൻ, അവൻ എത്തിത്തേരുന്ന തീരുമാനം വളരെ മോശം. എന്ന് പറഞ്ഞാൽ കുഴിച്ചു മൂടിയിട്ട് അഭിമാനത്തോടെ ഞെളിഞ്ഞ് സമൂഹത്തിന്റെ മുന്നിലേക്ക് വന്നിരുന്ന ഒരു തലമുറ, ഒരു ജനത, അവരിലാണ് ആരാണ് സ്ത്രീ എന്ന് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത്. ആ ഇസ്ലാമിന്റെ പേരിലാണ് സ്ത്രീയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് പലരും ഇന്ന് കുതിര കയറാറുള്ളത് എന്നുള്ളത് വേറൊരു വിഷയം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര വചനങ്ങളിലൂടെയാണ് പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവരെ കുഴിച്ചു മൂടാതെ, അവരെ ഉപദ്രവിക്കാതെ, ആൺകുട്ടിക്ക് അവളേക്കാൾ പ്രാമുഖ്യം നൽകാതെ, അവൾക്ക് സംസ്കാര സമ്പന്നയാക്കി വിദ്യാഭ്യാസം നൽകി വിവാഹം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ത്രീ നിമിത്തം, ആ പെൺകുട്ടി നിമിത്തം ആ പിതാവിന് സ്വർഗത്തിൽ ഇടം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരിക്കലും പെണ്ണ് ശാപമല്ല, പെണ്ണ് അനുഗ്രഹം. പെണ്ണില്ലാത്ത വീടുണ്ടാകുമ്പോഴേ അതറിയാൻ കഴിയൂ എന്നുകൂടി നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ അവർക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഒരുപാട്. ഓരോന്ന് ഞാൻ എണ്ണി പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച വിഷയത്തിലേക്ക് എത്തൂല. അതുകൊണ്ട് അത് ഏതൊക്കെയാണ് അവകാശങ്ങളെന്ന് പറഞ്ഞു പോകാം. അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞു, ജനിക്കാനും ജീവിക്കാനുള്ള അവകാശം. അത് ഖുർആൻ പറഞ്ഞതുപോലെ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ജനിക്കാതിരുന്നാൽ അത്രയും നല്ലത് എന്ന് ചിന്തിച്ചിരുന്ന ഒരു ഖൗമിന്റെ ഇടയിലാണ് ജനനം സന്തോഷ വാർത്തയാണെന്ന് ഖുർആൻ പഠിപ്പിച്ചത്. പിന്നെ അവൾക്ക് ഇണയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ആരെങ്കിലും അവളുടെ തലയിൽ വെച്ച് കെട്ടാൻ കഴിയില്ല. അവൾക്കുണ്ട് അവകാശം എന്റെ ഇണ ആരായിരിക്കണമെന്ന് തീരുമാനിക്കാൻ. ഇന്ന് കാണുന്ന തീരുമാനങ്ങളല്ല കേട്ടോ, അത് പ്രത്യേകം ഞാൻ പറയുകയാണ്. ആധുനിക കാലഘട്ടത്തിൽ പുതിയ ജനറേഷന്റെ മുന്നിൽ കാണുന്ന ആ രൂപത്തിലുള്ള അവകാശത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇസ്ലാം പഠിപ്പിച്ച അവകാശം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് അവളുടെ ഇണയെ തെരഞ്ഞെടുക്കാൻ അവകാശമുണ്ട്. ഇന്ന ആള് നാം ആലോചിച്ചു വരുന്നു, ഏതെങ്കിലും കാരണവശാൽ അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിർബന്ധിച്ച് അവളെ അതിൽ അടിച്ചേൽപ്പിച്ച് അവളുടെ ജീവിതം നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. അപ്പൊ ഇണയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം സ്ത്രീക്കുണ്ട്. അതുപോലെ മഹറിനുള്ള അവകാശം, വിവാഹ മൂല്യത്തിനുള്ള അവകാശം, അത് സ്ത്രീക്കുണ്ട്. അവൾക്കുള്ള അവകാശമാണ്. എനിക്കിത്ര മഹർ വേണം എന്ന് പറയാനുള്ള അവകാശം അവൾക്കുണ്ട്. അതില്ലാതെ ഒരു പുരുഷൻ അവളെ തൊടാൻ കഴിയില്ല. മഹറിന്റെ കാര്യം തീരുമാനത്തിലാകാതെ ഒരു പുരുഷൻ അവളെ തൊടാൻ കഴിയില്ല. വിവാഹം കഴിഞ്ഞാലും അത്രമാത്രം ധന്യമായ അവകാശമാണത്. അതുപോലെ തന്നെ സ്ത്രീക്ക് വിവാഹമോചനത്തിനുള്ള അവകാശമുണ്ട്. നമ്മൾ സാധാരണ മനസ്സിലാക്കാറുള്ളത് പുരുഷന്റെ എന്ത് ആധിപത്യമാണ് വിവാഹമോചനം എന്നുള്ളതാണ്. എന്നാൽ പുരുഷൻ ഒരവകാശമേ നൽകിയിട്ടുള്ളൂ എങ്കിൽ പരിശുദ്ധ ഇസ്ലാം സ്ത്രീക്ക് 2 അവകാശം നൽകിയിട്ടുണ്ട് വിവാഹമോചനവുമായി ബന്ധപ്പെട്ടിട്ട്. ഒന്ന് ഖുൽഉം, ഒന്ന് ഫസ്ഖും. ഇത് രണ്ടും സ്ത്രീയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതാണ്. വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. മറ്റൊന്ന് സ്വത്തിനുള്ള അവകാശം. ലിർരിജാലി നസീബും മിമ്മക്തസബു വലിന്നിസാഇ നസീബും മിമ്മക്തസബന. പുരുഷന്മാർ എന്ത് സമ്പാദിക്കുന്നുവോ അതിന്റെ ഓഹരി പുരുഷന്മാർക്കുണ്ടെങ്കിൽ സ്ത്രീകൾ എന്ത് സമ്പാദിക്കുന്നുവോ അതിന്റെ ഓഹരി സ്ത്രീകൾക്കുമുണ്ട് എന്നൊരു വേർതിരിവില്ലാതെ പറഞ്ഞ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതുപോലെ അനന്തരാവകാശ സ്വത്തിനുള്ള നിയമം, അവകാശം അത് സ്ത്രീക്കുണ്ട്. ലിൽരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ.
മിമ്മാ ഖല്ല മിൻഹു ഔ കസുറ നസീബൻ മഫറൂള. സൂറത്തുൻ നിസായിലെ 7-ാമത്തെ വചനം, അനന്തരാവകാശ നിയമം പ്രതിപാദിക്കുന്ന ഭാഗത്ത് ഈ വചനം നമുക്ക് കാണാം. എന്താണ് അവിടെ പറഞ്ഞത്? പുരുഷന്മാർക്ക് അവരുടെ മാതാപിതാക്കളോ അടുത്ത ബന്ധുക്കളോ വിട്ടേച്ചു പോയ സ്വത്തിൽ അവകാശമുണ്ട്. അതേപോലെ തന്നെ അത്ഫായിക്കൊണ്ട് ചേർത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത് വലിന്നിസായി, സ്ത്രീകൾക്കും ഉണ്ട് നസീബുൻ, ഓഹരി, അവകാശം, മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ, മാതാപിതാക്കളോ അടുത്ത ബന്ധുക്കളോ വിട്ടേച്ചു പോകുന്ന സ്വത്തിൽ നിന്ന് സ്ത്രീകൾക്കും അവകാശമുണ്ട്. മിമ്മാ ഖല്ല മിൻഹു ഔ കസുർ, ആ കിട്ടുന്നത് അല്ലെങ്കിൽ അവകാശപ്പെട്ടത് എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ കൂടുതലാകട്ടെ അത് നസീബൻ മഫ്റൂള, അള്ളാഹു നിർബന്ധമായി നിശ്ചയിച്ച ഓഹരിയാണത്. അപ്പൊ അനന്തരാവകാശത്തിനുള്ള അവകാശം ഇങ്ങനെ ഒരുപാട് വിശുദ്ധ ഖുർആൻ എണ്ണിപ്പറയുന്നുണ്ട്. പ്രവാചക അധ്യാപനങ്ങളും സാക്ഷ്യം വഹിക്കാനുള്ള അവകാശം, രാഷ്ട്രീയമായ അവകാശങ്ങൾ, ഇതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം, ആലോചിക്കാൻ, ചിന്തിക്കാൻ, വിമർശിക്കാൻ, ചോദ്യം ചെയ്യാനൊക്കെ ഉള്ള അവകാശം സ്ത്രീകൾക്കുമുണ്ട്. അത് പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാം. ചരിത്ര സംഭവങ്ങൾ എത്രയോ കാണാം നമുക്ക്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തിരുത്താൻ, ചോദ്യം ചെയ്യാൻ ഒരു സ്ത്രീ തയ്യാറായി എങ്കിൽ പിന്നെ ആരെയാണ് ചോദ്യം ചെയ്യാൻ അവകാശമില്ലാത്തത്? ചോദ്യം ചെയ്തെന്താ? തെളിവുകളുടെ പിൻബലത്തോടു കൂടിയാ, അല്ല വെറുതെ ഒന്നുമല്ല. പുരുഷന്മാർ മഹർ ചോദിക്കുന്നത് അതിന്റെ ആധിക്യ നിമിത്തം വിവാഹം കഴിക്കാൻ നിർവാഹമില്ലാതെ നമ്മുടെ നാട്ടിൽ സ്ത്രീധനം ചോദിക്കുന്നത് കൊണ്ട് പെൺകുട്ടികൾ വീട്ടിനകത്ത് കഴിച്ചു കൂട്ടേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് പോലെ പുരുഷന്മാരോട് മഹർ സ്ത്രീകൾ ഗണ്യമായ തോതിൽ ഒരുപാട് ചോദിക്കുന്നത് കൊണ്ട് ചെറുപ്പക്കാർക്ക് കല്യാണം കഴിക്കാനുള്ള പ്രയാസം വന്നപ്പോൾ അവരപ്പീലുമായി ചെന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ. ഖലീഫയല്ലേ, അമീറുൽ മുഅ്മിനീൻ അല്ലേ? അദ്ദേഹം അത് പരിശോധിച്ചിട്ട് ശരിയാണല്ലോ എന്ന് തോന്നി. മിമ്പറിൽ നിന്ന് അദ്ദേഹം പ്രസംഗിച്ചു, ഇനി മുതൽ ഇതിൽ കൂടുതൽ മഹർ ചോദിക്കരുത് എന്ന്. അപ്പോഴാണ് ഒരു സ്ത്രീ ചോദ്യം ചെയ്തത്, കൂമ്പാരമായ സ്വർണമോ വെള്ളിയോ എന്താണോ അവർക്ക് നൽകേണ്ടത് അത് നൽകാൻ ഖുർആൻ പറയുമ്പോൾ ഇത് നിയന്ത്രിക്കാൻ താങ്കൾക്ക് എന്ത് അവകാശം അമീറുൽ മുഅ്മിനീൻ എന്ന് ചോദിച്ചത് ഒരു സ്ത്രീയാണ് അത് ചോദിച്ചത്. ആ സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവളെ അറസ്റ്റ് ചെയ്യുകയും കൊണ്ടുപോയി ജയിലിലിട് എന്ന് പറഞ്ഞ് അവഹേളിക്കുകയല്ല ചെയ്തത്, തിരുത്തി. ലഖദ് അസാബത്തിൽ മർഅ വഅഖ്ത ഉമർ. അതിന് വല്ലാത്ത മനസ്സ് വേണം. ഏത് ഭരണാധികാരി ആയാലും ഏത് നേതാവായാലും ശരി, വല്ലാത്ത മനസ്സുണ്ടെങ്കിൽ അത് പറ്റൂ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ലഖദ് അസാബത്തിൽ മർഅ, ഈ പെണ്ണ് പറഞ്ഞതാണ് ശരി, ഉമറിന് തെറ്റി എന്ന് പറയാൻ മാത്രം ഒരു സ്ത്രീ ചോദ്യം ചെയ്യപ്പെടുകയും ഒരു ഭരണാധികാരിയെ തിരുത്തുകയും ചെയ്യുന്ന സംഭവം മുമ്പ് നമ്മുടെ സ്ത്രീകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു കുട്ടി ചോദിച്ചാൽ ഇപ്പൊ ആ ചോദിച്ചാ മറുപടി പറഞ്ഞ പെൺകുട്ടിയുടെ അവസ്ഥ എന്താ? ലിബറലിസ്റ്റ് കൂടിയായി ചിത്രീകരിക്കുകയാണ് ആ പെൺകുട്ടിയെ. ഇങ്ങനെ അഴിച്ചു വിട്ടാൽ ഇങ്ങനെ ഇരിക്കുമെന്നാണ് ഉസ്താദന്മാരും അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് പറഞ്ഞു പോയാൽ ചിലപ്പോൾ വൈകാരികമായ എന്തെങ്കിലും പറയും, അതിലേക്ക് പോണില്ല. ഏതോ ആകട്ടെ, ഇങ്ങനെയുള്ള അവകാശങ്ങളൊക്കെ സ്ത്രീക്ക് അനുവദിച്ചു കൊടുക്കുകയും അവൾക്ക് എല്ലാ വിധത്തിലുള്ള സുരക്ഷിതത്വം ഏർപ്പെടുത്തുകയും ചെയ്യുകയാണ് പരിശുദ്ധ ഇസ്ലാം ചെയ്തിട്ടുള്ളത്. ആ ഇസ്ലാം അവർക്ക് നൽകിയ ഈ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മതപരമായി, വിശ്വാസത്തോടുകൂടി മതപരമായി എന്ത് കർമ്മങ്ങൾ ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും ആണായതുകൊണ്ട് കൂടുതലും പെണ്ണായതുകൊണ്ട് കുറവും എന്നുള്ളൊരവസ്ഥയേ ഇല്ല, മറിച്ച് അതിൽ തുല്യമായിരിക്കും. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന വചനമാണ് ഞാൻ ആദ്യം നിങ്ങളെ ഓതി കേൾപ്പിച്ച സൂറത്തുൻ നിസായിലെ 124-ാമത്തെ വചനം. എന്താ അതിന്റെ അർത്ഥം? ആണാകട്ടെ പെണ്ണാകട്ടെ ആര് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവോ വഹുവ മുഅ്മിൻ, വിശ്വാസിയായും കൊണ്ട് സത്യവിശ്വാസിയായിക്കൊണ്ട് ആണാകട്ടെ പെണ്ണാകട്ടെ ആരാണോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ഫൗലായിക അവർ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. വലാ യുദ്ലമൂന നഖീറ, ഒരു തരിമ്പ് പോലും അവരോട് അനീതി കാണിക്കപ്പെടുകയില്ല. ആണായതുകൊണ്ട് വേറൊന്ന്
പെണ്ണായതുകൊണ്ട് മറ്റൊന്ന് ഇല്ല. മതപരമായ കാര്യം വിശ്വാസത്തോടുകൂടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ എന്ത് പ്രതിഫലം പുരുഷനുണ്ടോ അതേ പ്രതിഫലം സ്ത്രീക്കുമുണ്ട് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതേ ആശയം സൂറത്തു നഹ്ലിലെ 97-ാമത്തെ വചനത്തിലും അല്ലാഹു പറയുന്നുണ്ട്, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബതൻ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ആശയം നേരത്തെ പറഞ്ഞത് തന്നെ. ആണാകട്ടെ പെണ്ണാകട്ടെ വിശ്വാസിയായും കൊണ്ട് ആര് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുവോ അവരെ ഈ ലോകത്ത് തന്നെ ഏറ്റവും നല്ല വിശിഷ്ടമായ ജീവിതം നാം അവർക്ക് ആസ്വദിപ്പിക്കും. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും മഹത്തായ പ്രതിഫലം അവർക്ക് പരലോകത്ത് നൽകുകയും ചെയ്യും. അതിലും യാതൊരു വേർതിരിവുമില്ല. പിന്നെ സാധാരണയായി സൂറ ആല ഇമ്രാനിന്റെ അവസാന ഭാഗം നമ്മളൊക്കെ പാരായണം ചെയ്യാറില്ലേ? അതിൽ നാം പാരായണം ചെയ്യാറുണ്ട്, ഫസ്തജാബ ലഹും റബ്ബുഹും അന്നി ലാ ഉളീഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസ ബഅദുകും മിൻ ബഅദ്. അല്ലാഹു അവർക്ക് ഉത്തരം നൽകി. അതിനു മുമ്പ് കുറെ പ്രാർത്ഥനകളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതും കൂടി പറയാൻ സമയമില്ല. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം ചെയ്യുകയാണ്. എന്ത്? ഫസ്തജാബ ലഹും റബ്ബുഹും, അവരുടെ റബ്ബ് അവർക്ക് ഉത്തരം ചെയ്തു. എന്ത്? അന്നി, തീർച്ചയായും ഞാൻ, ലാ ഉളീഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസ, നിങ്ങളിൽ ആണാകട്ടെ പെണ്ണാകട്ടെ ആരാണോ കർമ്മങ്ങൾ ചെയ്യുന്നത് അവരുടെ കർമ്മങ്ങളെ ഞാൻ നഷ്ടപ്പെടുത്തി കളയുകയില്ല, പാഴാക്കി കളയുകയില്ല, നിഷ്ഫലമാക്കി കളയുകയില്ല. അതിന്റെ പ്രതിഫലം കൃത്യമായി നൽകും. ബഅദുകും മിൻ ബഅദ്, ഓരോ വിഭാഗവും മറ്റൊരു വിഭാഗത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നത്. ഒരു വേർതിരിവും അക്കാര്യത്തിലില്ല. ഇങ്ങനെ മതകാര്യങ്ങളുമായി ആരാധനാകാര്യങ്ങളുമായി അമലുകളുമായി അതിന്റെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴാണ് സ്ത്രീ പള്ളി പ്രവേശം എന്ന വിഷയം അതിലേക്ക് കടന്നു വരിക. അതുകൊണ്ടാണ് ആമുഖമായി ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്. ഇങ്ങനൊരു വേർതിരിവില്ലാത്ത ഒരു പുരുഷൻ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വന്ന് ഖുതുബ ശ്രവിച്ച് എന്ത് പ്രതിഫലം നേടിപ്പോകുന്നുവോ അതുപോലെ ഒരു സ്ത്രീ വന്ന് അവളും അതേ രൂപത്തിൽ ചെയ്തു പോയാൽ അവൾക്കും അതേ പ്രതിഫലമുണ്ട്. ഇവിടെ എന്തിനാണ് പുരുഷനെ ഹലാലും സ്ത്രീക്ക് ഹറാമുമാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതങ്ങനെ പലതും ഹറാമാക്കിയിരുന്നു. സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിക്കൽ ഹറാമായിരുന്നു. ഇപ്പൊ ആരെങ്കിലും പ്രസംഗിക്കുന്നുണ്ടോ? ഇപ്പൊ ആരെങ്കിലും എഴുതുന്നുണ്ടോ? ഇപ്പൊ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ സ്ത്രീകൾ എഴുത്ത് പഠിക്കുന്നതിനെ കുറിച്ചില്ല. അതുപോലെ ആ സഹോദരി പറഞ്ഞതുപോലെ ഇതും മാറ്റത്തിന് വിധേയമാകാൻ അധികാരമൊന്നും വേണ്ടിവരില്ല. കാരണം അങ്ങനെ പിടിച്ചു വെക്കാൻ കഴിയില്ല. കാരണം മുസ്ലിം പെൺകുട്ടികൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്, കാര്യങ്ങൾ ഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏതൊരു കുടുംബത്തിൽ എങ്ങനെ ജീവിക്കണമോ അതിൽ നിന്നൊക്കെ വിഭിന്നമായ നിലയിലുള്ള ഒരു ചിന്തയെങ്കിലും മനസ്സിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം എന്നുകൂടി ഇതോടൊപ്പം ചേർത്ത് നാം മനസ്സിലാക്കണം. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ, നമസ്കരിക്കാൻ ജമാഅത്തുകൾക്കോ മറ്റു കാര്യങ്ങൾക്കോ പള്ളിയിലേക്ക് പോകൽ ഹറാമാണ് എന്ന് തെളിയിക്കാൻ ഒരൊറ്റ ഹദീസും ആർക്കും കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷേ നൂറുകണക്കിന് ഹദീസ് അവർക്കത് അനുവദനീയമാണെന്ന് തെളിയിക്കാൻ നമ്മുടെ കൈകളിലുണ്ട്, ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. ആധികാരികമായി തന്നെ പറയണത്. ആർക്കും കഴിയില്ല സ്ത്രീക്ക് ഹറാമാണ് പള്ളിയിൽ പോകൽ എന്ന് സ്ഥാപിക്കാൻ ഒരൊറ്റ ഹദീസും ഒരൊറ്റ സഹീഹായ ഹദീസും കൊണ്ടുവരാൻ കഴിയില്ല. മറിച്ച് അനുവദനീയമാണ്, തടയരുത് എന്നുള്ളതിന് എത്രയോ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. 2-3 ഒരു സൂചനയായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഇദസ്തഅ്ദനകും നിസാഉകും ഇലൽ മസാജിദി ഫഅ്ദനൂ ലഹുന്ന. ഒരു ഹദീസ്, നിങ്ങളുടെ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ തടയരുത്. ഈ പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിക്കാന്ന് പറഞ്ഞാൽ എന്താ? നിസ്കരിക്കാനല്ലാതെ പിന്നെ എന്തിനാ പള്ളിയിൽ പോലെ ഉസ്താദിനെ കാണാനോ മന്ത്രി ചൂതാനോ? പിന്നെന്തിനാ ഈ പള്ളി പോണേ? എന്താ ഇതൊന്നും മനസ്സിലാക്കാത്തത്? നമ്മൾ പള്ളിയിൽ പോകാൻ അനുവാദം ചോദിക്കുന്നത് നമസ്കരിക്കാൻ പോകാന്ന് തന്നെയാണ്, അല്ലാതെ വേറൊരു കാര്യത്തിനുമല്ല പോണത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അനുവാദം കൊടുക്കണം. ഇദസ്തഅ്ദനകും നിസാഉകും ബില്ലൈലി ഇലൽ മസ്ജിദി ഫഅ്ദനൂ ലഹുന്ന. നേരത്തെ പൊതുവായ സമയമാണ് പറഞ്ഞത്. ഇപ്പൊ പറയുന്നത് എന്താ പറയാ? രാത്രി കാലത്ത് നിങ്ങളുടെ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ ഫഅ്ദനൂ ലഹുന്ന, അവർക്ക് നിങ്ങൾ അനുവാദം കൊടുക്കണം. പിന്നെ എപ്പോഴും സാധാരണയായി കേൾക്കുന്ന ഒരു ഹദീസുണ്ട്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്.
അള്ളാഹുവിന്റെ അടിയാത്തികളായ സ്ത്രീകളെ നിങ്ങൾ പള്ളികളിൽ നിന്ന് തടയരുത്. ലാ തംനഉ അൻ-നിസാഅ ഹുദൂലഹുന്ന മിനൽ മസാജിദ്, പള്ളികളിൽ സ്ത്രീകൾക്കുള്ള അവകാശം നിങ്ങൾ തടയരുത്. ഇങ്ങനെയുള്ള എത്രയോ ഹദീസുകൾ. ഒരിടത്തും നമുക്ക് ഹറാമാണ്, തടഞ്ഞോ പോകരുത് എന്ന് പറയണോ എന്ന് പറയാൻ നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ ഏതാ ഉള്ളത് എന്നറിയോ? സാധാരണയായി ഇനി നിങ്ങൾ നോക്ക്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസും കൂടി ഇതുമായി ബന്ധപ്പെട്ട് കേട്ടോ. പിന്നെ ആ രംഗം ഞാൻ അവസാനിപ്പിക്കുക, അത്രത്തോളം ഉണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തൽ ഫജ്രി മുതലഫിആത്തിൻ ബിമുറൂതിഹിന്ന ثم ينقلبن إلى بيوتهن حين يقضين الصلاة لا يعرفهن أحد من الغلس. ഹദീസ് പറഞ്ഞിട്ട് തന്നെ ആശയം ഞാൻ പറയുന്നത്. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഒരൊറ്റ സഹി എന്നും ലൈഫായ ഹദീസല്ല, ഒക്കെ സഹിയായ ഹദീസാ. ആരുടെ മുമ്പിലും ആർജവത്തോടെ പറയാൻ കഴിയും. എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്? കുന്ന നിസാഉൽ മുഅ്മിനാത്ത്, മുഅ്മിനത്തുകളായ സ്ത്രീകൾ, സത്യവിശ്വാസിനികളായ സ്ത്രീകൾ, യശ്ഹദിന, അവർ പങ്കെടുക്കാറുണ്ടായിരുന്നു, മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം, സ്വലാത്തൽ ഫജ്രി, സുബ്ഹി നമസ്കാരത്തിന്. സലാത്തുൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ ളുഹർ അല്ലല്ലോ, അസ്ർ അല്ലല്ലോ. സലാത്തുൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ സുബ്ഹി നിസ്കാരം എന്നാ. അപ്പൊ ഫജ്ർ നമസ്കാരത്തിന് റസൂലിന്റെ ഒപ്പം സ്ത്രീകൾ പങ്കെടുക്കാറുണ്ടായിരുന്നു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന നോക്ക്, മുത്തലഫിആത്തിൻ ബിമുറൂതിഹിന്ന, അവരവരുടെ പുതപ്പുകൾ മൂടിപ്പുതച്ചുകൊണ്ടാണ് അവർ വരാറുള്ളത്. സുമ്മ യൻഖലിബന ഇലാ ബുയൂതിഹിന്ന ഹീന യഖ്ളീന സ്സലാഹ്, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞതിന് ശേഷം അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകും. ലാ യഅരിഫ്നഹുന്ന അഹദുൻ മിനൽ ഗലസ്, ഇരുട്ടുമൂലം ഒരാൾക്കും ആ പോണത് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെയുള്ള നേരത്ത് പള്ളിയിൽ വന്ന് സ്ത്രീകൾ നമസ്കരിച്ചിരുന്നു എന്ന് ഹദീസുകൾ വ്യക്തമാക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഇവര് പറയുന്ന ഈ ഫിത്ന ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയം അതല്ലേ? എന്നാ അപ്പോഴെങ്കിലും പറയണ്ടേ റസൂല്, നിങ്ങൾ ഫജ്റിന് വരണ്ട, ഫിത്നയാണ്, നിങ്ങൾ പകല് വന്നാ മതി. ഞാനൊന്ന് ചോദിക്കട്ടെ, ഫിത്നയ്ക്ക് രാവും പകലും ഉണ്ടോ? ഈ ഫിത്ന പള്ളിയിലേക്ക് വരുമ്പോ മാത്രം, ഇവിടെ മുഴുവൻ അലഞ്ഞു നടക്കുന്നതിന്, ഓടി നടക്കുന്നതിന്, കലാലയങ്ങളിൽ പോയി പഠിക്കുന്നതിന്, ജോലി ചെയ്യുന്നതിന്, അങ്ങാടികളിൽ പോകുന്നതിന് ഈ ഫിത്ന ഇല്ലേ? പള്ളിയിൽ വന്ന ആ ഫിത്ന വല്ലാത്ത ലോകം പടച്ചവനെ. ഇതാണ് അവസ്ഥ. എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഇങ്ങനെയുള്ള എത്രയോ വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വെള്ളിയാഴ്ച വരുന്നത്, കുത്തുബ ശ്രവിക്കുന്നതൊക്കെ, ഇതൊക്കെ ഹദീസുകളാൽ സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് ആ സഹോദരി പറഞ്ഞതാണ് ശരി, അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഒരഭിപ്രായ വ്യത്യാസം അക്കാര്യത്തിലില്ല. ആ കുട്ടി പറഞ്ഞതുപോലെ മാറട്ടെ വേഗം എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. അല്ലാതെ മതപരമായി ഒരു തടസ്സവും ഇല്ല എന്നുള്ളത് തിരിച്ചറിയാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ ഭാര്യമാരും നമ്മുടെ സഹോദരിമാരും നമ്മുടെ പെൺമക്കളും പോകണം പള്ളിയിലേക്ക്. ആ ഒരവസ്ഥയിലേക്കും കൂടി എത്തണം. പള്ളിയിൽ പോകുമ്പോൾ ഇസ്ലാം നൽകിയിട്ടുള്ള സർവ്വ നിയമങ്ങളും പരിധികളും അനുസരിച്ചുകൊണ്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. ഇന്നത്തെ സ്ത്രീകളുടെ അവസ്ഥ കണ്ടിരുന്നുവെങ്കിൽ നബി തടയുമായിരുന്നു എന്ന് പറയുന്ന ഒരു ഹദീസ് ഇവർ സാധാരണ പറയാറുണ്ട്. ആ ഒരു പറച്ചിലെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് തന്നെയാണ്. ആ സ്ത്രീകളുടെ ആടിക്കൊഴിഞ്ഞുള്ള പോക്കും അനിഷ്ടകരമായ പലതും അവരുടെ നടപ്പും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോ പറഞ്ഞു പോയത്. അതിന്റെ അർത്ഥം പോകാൻ പാടില്ല എന്ന് കാണാൻ കഴിയൂല. അതുപോലെ പറയുന്ന ഒരു കഷ്ണവും കൂടിയുണ്ട്. അതേതാണെന്നറിയാവോ? വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ അടിഭാഗമാണിത്. എന്ന് പറഞ്ഞാൽ അവരുടെ വീടാണ് അവർക്ക് ഉത്തമം. ഈ ഹദീസിനെ സംബന്ധിച്ച് ഹദീസ് നിദാന ശാസ്ത്ര ആൾക്കാർ, പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ ഇതിനെ വിലയിരുത്തിക്കൊണ്ട് പറയുന്നത് ഈ ഹദീസ് ഷാദാണ് എന്നാണ്. ഷാദ് എന്ന് പറഞ്ഞാൽ 100 കണക്കിന് ഹദീസുകൾ സ്വഹീഹായി വരികയും അതിനെതിരെ ഒന്ന് വരികയും ചെയ്താൽ ഒറ്റപ്പെട്ടത് എന്നുള്ള നിലയിലാണ് ആ ഹദീസിനെ കണക്കാക്കുക. അത് എത്ര കണ്ട് സ്വീകാര്യോഗ്യമാണ് എന്ന് ഹദീസ് പഠിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും. തന്നെയുമല്ല, വീടാണ് അവർക്ക് ഉത്തമം എന്ന് പറയുകയാണ് എങ്കിൽ അതിന്റെ മറുഭാഗം ഹറാമാണെന്ന് എങ്ങനെയാ കണ്ടെത്തുക? ഇപ്പൊ നോക്ക് നിങ്ങൾ, എനിക്കും നിങ്ങൾക്കും പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് നാം വീട്ടിൽ ഒളിവെടുത്ത് നമ്മുടെ ആ ഫർദ് നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം
വീട്ടിൽ നിർവഹിച്ചു വരലാണ് പുരുഷൻ ഉത്തമം എന്ന് പറയുന്ന ഹദീസുണ്ട്. അതുകൊണ്ട് പുരുഷൻ പള്ളിയിൽ വന്ന് സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണ് എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? അതുപോലെയുള്ളൂ ഇത്. ഇങ്ങനെ ഒറ്റപ്പെട്ട ഇതുപോലുള്ള ചില കാര്യങ്ങളല്ലാതെ ആധികാരികമായി സഹീഹായ ഹദീസുകളുടെ പിൻബലത്തോടുകൂടി ഒരിക്കലും ഇത് ഹറാമാണെന്നോ പാടില്ലാത്തതാണെന്നോ സമർത്ഥിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഏറെക്കാലം ഇതിന്റെ ചർച്ചകൾ നടന്ന് അവസാനം ഈ നാട്ടിൽ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി ഒരുപാട് സ്ത്രീകൾ പള്ളിയിൽ പോകാൻ തുടങ്ങിയത്. ഇപ്പൊ അതിന്റെ ശക്തി ഇത്തിരി കൂടിയപ്പോൾ ചിലർക്ക് സഹിക്കുന്നില്ല എന്നുള്ളതിന്റെ പരിണിത ഫലമാണ് ഈ വിവാദവും കാര്യങ്ങളും. സത്യം സത്യമായി മനസ്സിലാക്കുക, ജീവിതത്തിൽ പകർത്തുക. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه الفائزين برضا الله اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. ഹിജാബിന്റെ ആയത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു മറ ഇങ്ങനെ വരാറുണ്ട്. ശരിയാണ്, സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട്, റസൂലിന്റെ കാലത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയും. ആദ്യം ഹിജാബിന്റെ ആയത്ത് വിശദീകരിക്കാൻ ഒരുപാട് സമയം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒറ്റ കാര്യം മാത്രം പറയാതുമായി ബന്ധപ്പെട്ട്, ഹിജാബിന്റെ ആയത്ത് അവതരിച്ചത് ഹിജ്റ 5-ാം വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രനായി ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചത് ഹിജ്റ 10-ാം വർഷം. ആ ഹിജ്റ 10-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗ്രഹണ നമസ്കാരം പഠിപ്പിച്ചു വന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അസ്മാ റളിയല്ലാഹു തആല ആരാണ്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ. അസ്മാ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഞാൻ പള്ളിയിലേക്ക് പ്രവേശിച്ചു. ഫദഖൽതുൽ മസ്ജിദ. ഹിജ്റ 10-ാം വർഷമാണ് കേട്ടോ. ഹിജാബിന്റെ ആയത്ത് 5-ാം വർഷമാണ് കേട്ടോ, മറന്നുപോകരുത്. അതിനുശേഷമാണ് ഈ സംഭവം. ഞാൻ പള്ളിയിൽ പ്രവേശിച്ചു. റസൂല് നമസ്കരിക്കുന്നതായി കണ്ടു. ഞാനും കൈകെട്ടി പിന്നാലെ ഞാൻ നമസ്കരിച്ചു. അങ്ങനെ നമസ്കാരം നീണ്ട നമസ്കാരമാണല്ലോ, ഗ്രഹണ നമസ്കാരം. വിശേഷിപ്പിക്കുന്നില്ല, വിശദീകരിക്കുന്നില്ല. അങ്ങനെ നമസ്കാരത്തിന്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഇമാമ് നിൽക്കുന്നത്. ഇമാമ് നിന്ന പ്രവാചകൻ പിന്നിലേക്ക് ഒന്നിങ്ങോട്ട് മാറി. അപ്പൊ പ്രവാചകന്റെ തൊട്ട് പിന്നിൽ നിന്ന സഫ് ഒന്ന് പിന്നിലേക്ക് മാറി, അടുത്ത സഫ് പിന്നിലേക്ക് മാറി, പിന്നത്തെ സഫ് പിന്നിലേക്ക് മാറി. അങ്ങനെ പുരുഷന്മാരുടെ സഫ് സ്ത്രീകൾ നിന്ന് നമസ്കരിക്കുന്ന സ്ഥലത്തേക്ക് അങ്ങനെ ഞങ്ങൾ സ്ത്രീകൾ നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തി എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു. അവിടെ എത്തി. എന്നിട്ട് റസൂല് മുന്നോട്ട് കയറി. അപ്പൊ എല്ലാരും മുന്നോട്ട് കയറി. ഗ്രഹണമസ്കാരം സുന്നത്ത് നമസ്കാരമാണ് കേട്ടോ. അവിടെയാണ് ഈ സ്ത്രീകളെ നമ്മൾ കാണുന്നത്. എന്നിട്ട് നബിയോട് ചോദിച്ചു, എന്താണ് ഈ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. ഞാനിങ്ങനെ നമസ്കരിച്ചുകൊണ്ടിരിക്കെ എനിക്ക് നരകത്തിലെ ശിക്ഷകൾ പ്രദർശിപ്പിക്കപ്പെട്ടു. ഭയപ്പെട്ട് ഞാൻ പിന്നോട്ട് മാറി. അതിനുശേഷം എനിക്ക് സ്വർഗത്തിലെ സുഖാനുഭൂതികൾ കാണിക്കപ്പെട്ടു. അപ്പൊ ഞാൻ വീണ്ടും മുന്നോട്ട് കയറി എന്ന് റസൂല് വിശദീകരിക്കും. നമുക്ക് കാണാൻ കഴിയും. അത് വേറൊരു വിഷയം, അതിലേക്ക് പോണില്ല. അപ്പൊ അവിടെ സ്ത്രീകൾ ഉണ്ടായിരുന്നു. അസ്മാ റളിയല്ലാഹു തആല എന്ന സ്ത്രീയല്ലേ, അവിടെ നമസ്കരിക്കാനുണ്ടായിരുന്നു ഗ്രഹണ നമസ്കാരത്തിന്. തന്നെയുമല്ല, റസൂലിന്റെ കാലത്ത് നമ്മുടെ ഇവിടുത്തെ മാതിരി അപ്പുറത്ത് പെണ്ണുങ്ങളും ഇപ്പുറത്ത് ആണുങ്ങളും, അല്ലെങ്കിൽ മോളിൽ പെണ്ണുങ്ങളും താഴെ ആണുങ്ങളും എന്നുള്ള അവസ്ഥ. അവരൊക്കെ പിറകിലാ നമസ്കരിച്ചിരുന്ന. പുരുഷന്മാരുടെ സഫ്, കുട്ടികളുടെ സഫ്, സ്ത്രീകളുടെ സഫ്, ഇങ്ങനെയായിരുന്നു. ഒന്നും കൂടി സുരക്ഷിതത്വവും സൂക്ഷ്മതയുമാണ് ഇന്നത്തെ ആൾക്കാര് പുലർത്തുന്നത്. എന്നിട്ട് പോലും ഫിത്ന പറയലാണ്. അവർക്ക് വേറെ വഴി. ബാബുൻ നിസാൽ റസൂലിന്റെ കാലത്തുണ്ടായിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായിരുന്നു ബാബുൻ നിസാൽ. സ്ത്രീകൾക്ക് പോരാനും ഇറങ്ങാനുമുള്ള വാതിൽ, അതിലൂടെ പുരുഷന്മാർ കയറരുത് എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, റസൂലിന്റെ കാലത്ത് ജീവിച്ചിരുന്ന സഹാബത്ത് എന്ന് പറഞ്ഞാൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആൾക്കാരായിരുന്നു. അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ വളരെ ചെറുതായിരുന്നു. ആ ചെറിയ വസ്ത്രങ്ങൾ കൊണ്ട് നമസ്കരിക്കുന്ന ആ സഹാബത്ത് സുജൂദിൽ കിടക്കുമ്പോൾ അവരുടെ ഔറത്ത് പിന്നിലേക്ക് കാണുന്ന രൂപത്തിലുള്ള വസ്ത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അതും ധരിച്ചുകൊണ്ടാണ് അവർ നമസ്കരിക്കാൻ വന്നത്.
അതായിരുന്നു സഹാബത്ത്. അവരുടെ പിന്നിൽ സ്ത്രീകളും. അവരോട് നിർദ്ദേശിക്കപ്പെട്ടു, അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടായാൽ ഒരിക്കലും സ്ത്രീകൾ പുരുഷന്മാർ തല ഉയർത്തി എഴുന്നേറ്റിരിക്കുന്നതിന് മുമ്പോ നിൽക്കുന്നതിന് മുമ്പോ സ്ത്രീകൾ അവരുടെ തല ഉയർത്തരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിക്കുന്നു. ആ നിലയിൽ ഉപദേശിക്കുകയല്ലാതെ നിങ്ങൾ ഇങ്ങാട്ട് പള്ളിയിലേക്ക് വരേണ്ടതില്ല, പൊയ്ക്കോ എന്ന് പറഞ്ഞ് ആട്ടിയിട്ടില്ല, അകറ്റിയിട്ടില്ല. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മാതൃക. ഇതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. ഇതാണ് ശരി. ഇത് മാത്രമാണ് ശരി. ബാക്കിയുള്ള കാഴ്ചപ്പാടുകളോടൊന്നും യോജിക്കാൻ കഴിയില്ല. ഞാൻ ആമുഖത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീക്ക് കയ്യെഴുത്ത് പഠിക്കൽ ഹറാമാണെന്ന് ഫത്വയുണ്ട്. ഇപ്പോഴും ഉണ്ട്, അത് ജീവിച്ചിരിപ്പുണ്ടത്. ആരെങ്കിലും പറയുന്നുണ്ടോ? ഇന്ന് പറയില്ല. അതുപോലെ ഇതും ഇൻഷാ അല്ലാഹ് കുട്ടി പറഞ്ഞതുപോലെ ഇറ്റ് വിൽ ബി ചേഞ്ച് സൂൺ. നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. അതും പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. രോഗങ്ങളുണ്ട്, മരണങ്ങളുണ്ട്. MGMന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു സഹോദരി, സെക്രട്ടറിമാരിൽ ഒരാളായ പാലക്കാട് സ്വദേശിനിയായ ഒരു സഹോദരി കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്ത് ഭർത്താവിനോടൊപ്പം 2 വീലറിൽ മടങ്ങുമ്പോൾ വണ്ടിയിൽ നിന്ന് വീണ്, രണ്ടാളും വീണു. പക്ഷേ സഹോദരിയുടെ തലയുടെ മുകളിലൂടെ ഒരു ലോറി കയറിയിറങ്ങി മരണപ്പെട്ടു. വല്ലാത്ത വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. തന്നെയുമല്ല, MGMന്റെ വേദിയിൽ കാണാറുള്ള ഒരു സഹോദരിയാണ് പലപ്പോഴും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരുടെ മരണനിമിത്തം ആ കുടുംബത്തിനുണ്ടായ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനുള്ള സർവ്വ തൗഫീഖും അല്ലാഹു പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ നസീം സേട്ട് ഇവിടെ നമ്മളെ മയ്യത്ത് നമസ്കരിച്ചാണ്. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. പിന്നെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന പലർക്കു വേണ്ടിയും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കൊക്കെ പരിചയമുള്ള ഒരു സഹോദരി, എൻ്റെ ഒരു വിദ്യാർത്ഥിനി കൂടിയാണ് ആയിരുന്നു. അവള് വളരെ സീരിയസ് ആയ ഒരു രോഗവുമായി ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു, തലച്ചോറ് സംബന്ധമായ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവളുടെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് അല്ലാഹു പൂർണ്ണ ആശ്വാസം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൂളിൽ ജീവനക്കാരനായിരുന്ന അമീൻ സേട്ടിന്റെ ഭാര്യ പൊള്ളലേറ്റ് ഇത്തിരി ബുദ്ധിമുട്ടായ അവസ്ഥയിൽ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു ആ സഹോദരിക്കും ആജിലായ ഷിഫ, പെട്ടെന്നുള്ള ഷിഫ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. വേദനകൾ അല്ലാഹു ലഘൂകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് നാം ഏവരെയും, നമ്മുടെ കുടുംബത്തിലുള്ളവരെയും, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും റഹ്മാനായ റബ്ബ് കാത്തു രക്ഷിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ.